കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സത്യവാങ്മൂലം അത് എന്താണ് അങ്ങനെ ഒരു വികാരമുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് കുറച്ച് കാലമായിട്ട് അതിൽ 2-3 പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പാറമേക്കാവ് ദേവസ്വത്തിന് പൂരത്തിന് യാതൊരു പ്രശ്നമുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 ദേവസ്വങ്ങളെയും വിഘടിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ടാക്ടിക്സാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നത് തോന്നുന്നു. അതിൽ തിരുവമ്പാടി ദേവസ്വമാണ് പൂരം ഈ പ്രശ്നമുണ്ടാക്കിയത്. പാറമേക്കാവ് ദേവസ്വത്തിനൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ 2 തട്ടിൽ നിർത്തിയിട്ട് തിരുവമ്പാടി ദേവസ്വത്തിനെയും പാറമേക്കാവ് ദേവസ്വത്തിനും 2 തട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു ഗൂഢ നീക്കമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അത് വില പോവില്ല. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള തിരുവമ്പാടി ദേവസ്വം അവതരിപ്പിക്കും, പാറമേക്കാവിൻ്റെ കാര്യങ്ങൾ പാറമേക്കാവ് അവതരിപ്പിക്കും. പക്ഷേ അതാത് പ്രശ്നങ്ങളിൽ ഞങ്ങൾ ദേവസ്വങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കുള്ളൂ. അതിനെ വിഘടിപ്പിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നോക്കണ്ട എന്നുള്ള ആദ്യ ഒരു സൂചന ഞാൻ പറയുകയാണ്. പിന്നെ തൃശ്ശൂർ പൂരത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സംഭാവന ഇത്രയും വർഷങ്ങളായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സംഭാവന എന്താണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് തൃശ്ശൂർ പൂരത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്? 1798 എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. 1798 ബഹുമാനപ്പെട്ട അന്നത്തെ തമ്പുരാനായ നമ്മുടെ ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത ആ തൃശ്ശൂർ പൂരം ഇന്നും അന്ന് മുതൽ ഇന്ന് വരെ വളരെ ഭംഗിയായി 36 മണിക്കൂറിൻ്റെ ആ ചട്ടക്കൂടിൽ നിൽക്കുന്ന തരത്തിലുള്ള ആ പൂരം വളരെ ഭംഗിയായി നടക്കുകയാണ്. അതിന് കാരണങ്ങളുണ്ട്. 1726 അതിലൊരു ചെറിയ ഇവിടെ ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിന് ശേഷം അതിൽ നമുക്കവിടെ ചെല്ലാൻ സാധിച്ചില്ല. സാധിക്കാത്ത കാരണം അതിനെതിരെ ആറാട്ടുപുഴ പൂരക്കാർ നമ്മളെ അവിടെ വിലക്ക് ഏർപ്പെടുത്തുകയും അതിനുശേഷമാണ് തമ്പുരാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അവിടെ നിന്നും നമ്മുടെ പൂരങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഘടന രൂപീകരിക്കുന്നത്. ആ ഘടനയാണ് പിന്നീട് ഈ വർഷക്കാലം ഇത്രയും 200 ചില്ലാൻ വർഷക്കാലം അവിടെ ഈ പൂരം വളരെ ഭംഗിയായി 1-2 വർഷമാണ് നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുള്ളത്. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ മരണപ്പെട്ട ആ വർഷവും അതുപോലെ തന്നെ യുദ്ധമുണ്ടായ വർഷവുമാണ് എൻ്റെ ഓർമ്മ വെച്ച് നിർത്തിവെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ 2023 പൂരപ്രേമികൾക്ക് പൂരം കാണുവാൻ സൗകര്യമുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2023 തടസ്സങ്ങൾ അത് നീക്കി ആ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ 2024 നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പ്രശ്നം ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുകയും ജനറൽ ബോഡി ഞങ്ങൾക്ക് വ്യക്തമായ അധികാരം അതിൽ തരികയും ഉണ്ടായി. ഇനി 2024 എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നിങ്ങൾ അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യണം, അതിനു വേണ്ട നടപടികൾ എടുക്കണമെന്ന് ജനറൽ ബോഡി തീരുമാനപ്രകാരമാണ് ഞങ്ങൾ 2024 പൂരം ഞങ്ങൾ നിർത്തിവെക്കാനുള്ള ഒരു കാരണമുണ്ടായത്. ആ നിർത്തിവെക്കലുള്ള അവിടെ ഉണ്ടായ ഞങ്ങളതിനെ പ്രതികരിച്ചപ്പോൾ ആ സമയത്ത് അന്നത്തെ കളക്ടറും അന്നേരത്തെ പോലീസ് മേധാവിയും അവിടെ എത്തിയിരുന്നെങ്കിൽ ആ പ്രശ്നം തീർന്നേനെ. പക്ഷേ അവർ വരുന്നതിനുള്ള സാഹചര്യമൊരുക്കാൻ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ ഭരണകൂടമോ അതിനുവേണ്ടി യാതൊരു ഇടപെടലുകളും ഉണ്ടായില്ല. അതിനൊരു 2 മണിക്കൂർ വൈകിയാണ് കളക്ടർ ആ തീരുമാനത്തിൽ ഞങ്ങളെടുത്ത തീരുമാനത്തിൽ അംഗീകരിക്കുകയും പൂരപ്രേമികളെ എല്ലാവരെയും സ്വരാജ് റൗണ്ടിലേക്ക് കടത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവിടെ നിന്ന് വെടിക്കെട്ട് നടക്കുകയും അതേപോലെ പകൽ പൂരമെല്ലാം വളരെ ഭംഗിയായി നടന്നു. അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഈ പൂരം കലക്കി എന്നതിനെക്കുറിച്ച് ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വൈകിയ വേളയിൽ കൊടുത്തത്. അതിൽ ഉന്നതാധികാര സമിതി വേണമെന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഈ ഉന്നതാധികാര സമിതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കോർപ്പറേഷനും കൊച്ചിൻ ദേവസ്വം ബോർഡും ആണോ എന്ന് വ്യക്തമല്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്നല്ല, അദ്ദേഹം കൊച്ചി മഹാരാജാവിൻ്റെ അദ്ദേഹം സ്വയം തമ്പുരാനാവുന്ന തലത്തിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് അതേപോലെ തന്നെ തേക്കുംകാട് മൈതാനവും അദ്ദേഹത്തിൻ്റെ തറവാട്ടുക മുതലല്ല, ഇത് ഈ നാട്ടിലുള്ള എല്ലാ ഭക്തരുടെയും എല്ലാ പൂരപ്രേമികളുടെയും എല്ലാ ജനങ്ങളുടെയുമാണ് ഈ തേക്കുംകാട് മൈതാനം. അവിടെ പൂരാഘോഷം വളരെ ഭംഗിയായി നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അനുമതി വേണം. പക്ഷേ അതൊരു ധിക്കാരപരമായി അതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇരു ദേവസ്വങ്ങളെ ഏറ്റെടുക്കാനോ
വേണ്ടിയല്ല ആ ധിക്കാരം കാണിക്കേണ്ടത്. ആ പൂരം ഭംഗിയായി നടത്താൻ, ആ പൂരം വളരെ ചിട്ടയോടുകൂടി നടത്താൻ ആ ധിക്കാരം കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയുണ്ടായതിനെ. ഇത് ഒരു 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 ഇടപെടലുകളുമില്ലാണ്ട് വെറും മുന്നിൽ വന്ന് നിൽക്കുന്ന ആ രീതിയിലേക്ക് മാറ്റം വരുത്തണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പൂരം നടന്ന് 200 ചില്ലാൻ 300 കൊല്ലത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് പൂരം നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് 1946 അത് 49 ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ നിലവിൽ വരുന്നത്. അപ്പോൾ അന്ന് മുതലേ ഈ ക്ഷേത്രങ്ങളിൽ, ഈ ഘടകപൂരങ്ങളിലെ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ വരികയും ആ ക്ഷേത്രങ്ങളെ ക്രോഡീകരിച്ചുള്ള ഒരു പൂരത്തിൻ്റെ ഒരു ക്രമീകരണം നമ്മുടെ ശക്തൻ തമ്പുരാൻ അത് വിഭാവന ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും 2 പ്രാധാന്യമർഹിക്കുന്നത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വമാണ്. അവർക്കാണ് വെടിക്കെട്ടുള്ളത്, അവർക്കാണ് തെക്കോട്ടിറക്കത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക, അവർക്കാണ് എലിഞ്ഞിത്തറ മേളമുള്ളത്, അവർക്കാണ് മടത്തിൽ വരവുള്ളത്. ബാക്കി ക്ഷേത്രങ്ങളെല്ലാവരും ഈ പൂരത്തിൽ വന്ന് ഭഗവതിമാരും ഈ പൂരത്തിൽ വന്ന് പങ്കെടുക്കുക എന്ന് മാത്രമാണ് ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആനകളും ആനച്ചമയങ്ങളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ദേവസ്വമാണ്. ഈ ദേവസ്വം 65 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ എക്സിബിഷൻ, പൂരം എക്സിബിഷൻ, അതിൻ്റെ വരുമാനം ഇല്ലാതാക്കാൻ 2.5 കോടി രൂപ തറവാടക വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ തമ്പുരാൻ അവിടെ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ ഓൺലൈനിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് മീറ്റിങ്ങിൽ. അതിലെ ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP-യും അതേപോലെ തന്നെ മന്ത്രിയും MLA-യും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ദേവസ്വങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തുകൊണ്ടുള്ള ആ ഓൺലൈൻ മീറ്റിങ്ങിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കഴിഞ്ഞ കൊല്ലത്തെ വാടക മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അതേ വാടക തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ തൂങ്ങി നിൽക്കുന്ന ഈ തമ്പുരാനാണ് ഈ നാടിൻ്റെ ഈ പൂരത്തിൻ്റെ ബാലൻസിങ്ങിന് അല്ലെങ്കിൽ പൂരത്തിനെ കലക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് അത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരെ വിഘടിപ്പിച്ചുകൊണ്ട് അത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുകളിലേക്കിടുന്ന ആ പ്രവണത ശരിയല്ല. ഈ തമ്പുരാൻ എന്താണോ ഇവിടെ ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ വർഷവും ഇത് തന്നെയാണ്. ആ തമ്പുരാൻ്റെ കുടുംബ സ്വത്തല്ല തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ ഏറ്റെടുക്കാൻ അങ്ങോട്ട് പറയണമെങ്കിൽ, അതിന് ഏറ്റെടുക്കണമെങ്കിൽ, അത് തൃശ്ശൂർ പൂരം ഹൈജാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്വത്ത് കണ്ടിട്ടാണ്. അവർക്ക് സ്കൂളുണ്ട്, അവർക്ക് മണ്ഡപങ്ങളുണ്ട്, ആനകളുണ്ട്, സ്വത്തുണ്ട്, ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുണ്ട്. ആ സ്വത്ത് കണ്ണുവെച്ചുകൊണ്ട് മാത്രമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് പോകുന്നത്. അതിന് ഇവിടെ ജീവിച്ചിരിപ്പുള്ള തൃശ്ശൂർക്കാരായ ഒരാളുണ്ടെങ്കിൽ അവരെല്ലാം മരണപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവർക്ക് ഈ പൂരം ഹൈജാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഉന്നതാധികാര സമിതിയിനൊന്നും ഈ ദേവസ്വങ്ങളും സമ്മതിക്കില്ല. അത് അങ്ങനെ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചോട്ടെ, അദ്ദേഹത്തിന് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കട്ടായമായി പറയുകയാണ്. അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നെങ്കിൽ അന്ന് തൃശ്ശൂരിലെ ജനത അതിനു വേണ്ടിയിട്ടുള്ള പ്രതികാര നടപടികൾ അല്ലെങ്കിൽ അതിനെ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അല്ല, ഇതിൽ ഈ സത്യവാങ്മൂലം കൊടുത്തത് വേറൊരു കേസിൽ ആസ്പദമാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളതിൽ കക്ഷി ചേരാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണത് കൂടുതൽ പഠിച്ചതിന് ശേഷം ഞങ്ങളതിൽ കക്ഷി ചേരുന്നതാണ്.